ഇത് കണ്ടോ, ഇത് R&B ബ്രാൻഡൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണേലും ഇത് കണ്ടോ. ഈ സാധനം ഒന്നും ഇവിടുത്തെ നാട്ടിൽ ആവശ്യമില്ലാത്ത ടൈപ്പ് ഉടായ്പകളാ. ചൂട്, തുണിക്ക് ഭയങ്കര കട്ടി. ഇവിടെ തന്നെ മഞ്ഞ് വല്ലതും പെയ്യുന്നുണ്ടോ കേരളത്തില്? ചൂടെടുത്ത് ചാവുന്നുണ്ട്. ഇത് കണ്ടോ, ഈ സാധനത്തിനകത്ത് കണ്ടോ. എറണാകുളത്ത് മഞ്ഞുണ്ടോ? ഇതിനകത്തല്ലേ? ആ ശരിയാ, ഭയങ്കര ചൂട്. ഇതിട്ടോണ്ടാണെന്നാ പുഴുങ്ങുമല്ലോ. ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പല്ലേ. അതേസമയം ഇത് കണ്ടോ, ഇതൊക്കെയെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റാ. ഇതൊക്കെ സോഫ്റ്റാ, ഇച്ചിരി സോഫ്റ്റ്. ഇങ്ങനെ തുടുപ്പൊക്കെ ഇടാൻ പോയി നാട്ടില്, അല്ലാതെ ഈ സൈസ് ഇടരുത്. ഇത് ഭയങ്കര കട്ടി. ഇതെല്ലാ കടയിലും ഉണ്ട്, ഇത് ഈ കട മാത്രമല്ല. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കയറി ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കേണ്ട മെറ്റീരിയലാണ്. ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്? പോലീസുകാരെ പിടിക്കുന്നവനെ അല്ലേ? ഇതൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ പിള്ളേര് ഇവിടെ ഈ കല്ലൂരും അല്ല, ഇത് കല്ലൂരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഹുഡിയൊക്കെ വെച്ച് നടക്കുന്നതാണ്. ഈ ചുരിന് ഹുഡിയുണ്ടോ? ഉണ്ട്. എന്റെ അളിയ ഹുഡി അടക്കം ഉണ്ടടാ. കഷ്ടമുണ്ട്. എന്തിനാ ഇത് ചെയ്യുന്നത് ഇവർക്ക് അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ പിള്ളേര് ഇതിനോട് ഇങ്ങനെ പതുക്കെ അങ്ങ് അഡാപ്റ്റ് ആയിട്ടേ അവർക്ക് സത്യത്തില് ജീവിതകാലം മുഴുവൻ എല്ലാം സഹിക്കാനുള്ള ത്രാടി ഉണ്ടാക്കി കൊടുക്കും. ചൂടിന്റെ ഒപ്പം വ്യക്തികളിൽ സഹിക്കാനുള്ള ത്രാടി ഇതുപോലത്തെ ഡ്രസ്സുകൾ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് തോന്നുന്നു ഈ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇന്ത്യൻസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ കയറി വരാനുള്ള ഒരു ബൂം ഉണ്ടാവുന്നുണ്ടല്ലോ. അടിച്ചമർത്താൻ വേണ്ടി, മാനസികാരോഗ്യ നില നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇവരെ വേറെ തരത്തിലാക്കി മാറ്റിയിട്ട് ഈ സമൂഹത്തെ അടിച്ചമർത്താനുള്ള മറ്റൊരു തന്ത്രം വെസ്റ്റേൺ ഇപ്പൊ ഒരു സാധനം ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത് ഗൈസ്. ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഇതൊക്കെ തന്നെ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ തിരിച്ചു കുറച്ച് ഏത് ബ്രാൻഡ് നോക്കിയാലും ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ക്ലൈമറ്റിന് ചേരാത്ത വേഷം ഇടുക. കണ്ടോ, ഹുഡിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ആ സാധനമൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ ചൂടത്തിടാൻ കൊള്ളാവുന്ന വേഷമല്ല. ഈ തുണിയൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ ഈ ക്ലൈമറ്റിന് ചേരാത്ത രീതിയിൽ തുണി എടുത്താൽ, ഇപ്പോൾ ഇവിടെ ചൂടാണ്, ചൂടത്ത് ഇത്തിരി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ വിയർത്തൊലിച്ച് നാശമാവും. ഇത് നേരെ തണുപ്പാന്ന് വിചാരിക്കുക. അതാണ് ഇമാർക്ക് മനസ്സിലാവും. ചൂടൊക്കെ സഹിക്കണം ഒരു പരിധി വരെ. പക്ഷെ ഇത് തണുപ്പുള്ളൊരു ക്ലൈമറ്റിലാന്ന് വിചാരിക്കും. ചൂടിനോട് കുറച്ചൊക്കെ പൊരുത്തപ്പെട്ടതാണ്. ഇതിമ്മ വിയർത്തൊലിച്ച് നടക്കാൻ ഇവർക്ക് മടിയില്ല. പക്ഷെ ഇത് തണുത്തൊരു മഞ്ഞുള്ള സ്ഥലത്താന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ട് ഇതേപോലെ ആദ്യമൊക്കെ ഇട്ട് നടക്കാൻ പറ്റുമോ? നടക്കില്ല. അല്ലേ വേണ്ട, ലൈറ്റ് ആയിട്ട് ലിനൻ ഡ്രസ്. മറ്റേ ഇവിടെ താമസിക്കുന്ന കാശ്മീർ, മറ്റേ ഇവിടെ ഹിമാലയത്തിൽ താമസിക്കുന്ന മറ്റേ ഇവരുണ്ടല്ലോ, എന്താ അവരുടെ പേര്? സന്യാസിമാര്, അഘോരികൾ. അത് നീ കണ്ടിട്ടില്ലടാ അച്യുതാനെ? നമ്മളാരും അഘോരി അല്ലല്ലോ. അവിടെ അത് പറ്റത്തില്ല അങ്ങനെയുള്ള രാജ്യങ്ങളിൽ. അല്ല, ഇത് തണുപ്പുള്ള രാജ്യത്ത് ഡിസൈൻ ചെയ്തതാണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറാണ്. അപ്പൊ അവർക്ക് ഈ ഡ്രസ് കുഴപ്പമില്ല, എല്ലാം സഹിക്കും അവര്. എല്ലാം പിന്നെയാണോ ചൂട്? മോദിനെ വരെ സഹിച്ചു. പിന്നെ വേറെ സാധനം വരും, സീസണലാന്ന്. ഇവിടെ ഒരു സീസണേ ഉള്ളൂ. ഇവിടെ ചൂട്, നല്ല ചൂടും വിയർക്കലും. മര്യാദക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പിള്ളേരെ വിടുവാണ്. പിന്നെ വേറെ സാധനമുണ്ട്, ടൈ കെട്ടിക്കുക. ടൈ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവരിപ്പോ ഈ കോസ്റ്റ്യൂമൊക്കെ മാറ്റി നടക്കാതെ ഇവര് പോയി നീന്തലൊക്കെ പഠിക്കുക. നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ കുറച്ച് പേർക്ക് ചെറുതായിട്ട് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ നീന്തി രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യമാണ്. ടൈ കെട്ടിക്കുക, പിള്ളേരെ കൊണ്ട് ടൈ കെട്ടിച്ചിട്ട് അവരൊട്ടും കംഫർട്ട് അല്ലാത്ത രീതിയിൽ അടിമപ്പെടുത്തി, ഏത് രീതിയിൽ ഒരു കമ്പനിയിൽ അടിമപ്പെടുത്തി നിർത്തണമെന്നുള്ളത് ചെറുപ്പത്തിലെ ടൈ കെട്ടി ചൂടത്ത് നീ ജീവിക്കുന്നു പറഞ്ഞിട്ട് ഈ ചൂടത്ത് ടൈ ഒക്കെ കെട്ടിയിരുത്തും ചില പിള്ളേര്. ഇവിടുത്തെ എല്ലാ കട കയറിയാൽ ഈ ഹുഡിക്കാരെ കാണാൻ പറ്റും. അത് നല്ല ചൂടുള്ള ഉടുപ്പിടാ. ഇതിനെല്ലാം എന്തോ തുണിയാന്നറിയ. ഇതൊക്കെ ബാൻ ചെയ്യണം കേട്ടോ. ഇവിടെ AC-യിൽ നിന്ന് AC-യിലേക്ക് പോകുന്നവർക്ക് മാത്രം ആചാരങ്ങൾ പാലിക്കുന്ന പോലെ ചില കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കണം. ടൈ ഒക്കെ അതുപോലത്തെ ഒരു സാധനമാണ്. ടൈന്റെ പർപ്പസ് എന്തായിരുന്നു പറയാൻ പറ്റില്ല. ടൈ പിന്നീട് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഫാഷന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ എടുക്കുമ്പോൾ എന്തിനാന്ന് ഇതുവരെ ഇവർക്ക് ധാരണയൊന്നുമില്ല. ഇവര് വെറുതെ അങ്ങ് എടുത്തേക്കാണ്. കാരണം അവിടെ ഒരു ഗുണമുണ്ട്, അവർക്ക് ഇത് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ചൂട് അങ്ങനെ പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കി നിർത്തും. ഇവിടെ അതാണോ? ഇവിടെ ഈ ഇങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ചൂടങ്ങ് കൂടുക. അതും ഇട്ട് കെട്ടി അതിന്റെ മണ്ടയ്ക്ക് കോട്ടും ഇട്ട് കുറെ പേരങ്ങ് നടത്തിയേക്കുക. എന്തിനാണോ എന്തോ. എന്നിട്ട് എന്തുവാ ചെയ്യുന്നത് ഇവിടെ കിടന്നോ?